എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിം മതത്തിൽ ഉണ്ടായിരുന്നവർ, എന്നാൽ അത് വിട്ടുപോയ കുറച്ച് ആൾക്കാരുണ്ട്. നമുക്കിപ്പോൾ ആരിഫ് ഹുസൈൻ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു. അത് മുഖ്യമന്ത്രിക്കും രമേശ് ചെന്നിത്തലയ്ക്കും ഒക്കെ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട അതിങ്ങനെയാണ് പറയുന്നത്: എൻ്റെ ജീവൻ അപകടത്തിലാണ്. മീഡിയ വൺ ചാനൽ എനിക്കെതിരെയുള്ള ജിഹാദിന് ഡോഗ് വിസിലിംഗ് നടത്തുന്നു, സുരക്ഷ വേണം. മീഡിയ വൺ അടുത്തിടെ പ്രസിദ്ധീകരിച്ച 2 വീഡിയോകൾ അതീവ ഗൗരവത്തോടെ കാണുന്നു. ഇത് സാധാരണ മാധ്യമ വിമർശനമല്ല. ഇസ്ലാമിനെ വിമർശിക്കുന്ന എക്സ് മുസ്ലിം ശബ്ദങ്ങളെ വെറുപ്പ് പ്രചരിപ്പിക്കുന്നവർ, വർഗീയത ഉണ്ടാക്കുന്നവർ, ആക്രമണത്തിന് അന്തരീക്ഷം ഒരുക്കുന്നവർ, മുസ്ലിം വിരോധികൾ എന്നിങ്ങനെ ചിത്രീകരിച്ച് സമൂഹത്തിന് മുന്നിൽ വില്ലനാക്കാനുള്ള ശ്രമമാണ്. എനിക്കെതിരെയും എൻ്റെ പോലെയുള്ള എക്സ് മുസ്ലിം വിമർശകർക്കെതിരെയും സംഘടിതമോ അസംഘടിതമായ ആക്രമണങ്ങൾക്ക് മാനസികവും സാമൂഹികവുമായ ന്യായീകരണം ഒരുക്കുന്ന ഡോഗ് വിസിലിംഗ് ആണ് ഇത്. ഈ രീതിയിലാണ് ലോകത്ത് പല ജിഹാദും എക്സ് മുസ്ലിങ്ങൾക്ക് എതിരെ നടക്കുന്നത്. അപ്പോൾ ഈ ഡോഗ് വിസിലിംഗ് എന്ന് പറയുന്ന ആർക്കും മനസ്സിലാകാത്ത, എന്നാൽ വേണ്ടപ്പെട്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു രഹസ്യ മെസ്സേജ് ആരിഫ് ഹുസൈനെ പോലെ ഒരാൾ കേരളത്തിൽ നിന്ന് ഇത് പറയുമ്പോൾ ലോകമെമ്പാടുമുള്ള എക്സ് മുസ്ലിങ്ങൾക്ക് നേരെ നടത്തുന്ന ജിഹാദുകൾ ഈ രീതിയിലാണെന്നാണ് പറയപ്പെടുന്നത്. അത് ശരിയാണ്. ഞാൻ മീഡിയ വണ്ണിൻ്റെ കൂടെ ഞാനും അത്ഭുതപ്പെടാറുണ്ട് പലപ്പോഴും. ഈ ആരിഫ് ഹുസൈൻ എങ്ങനെ ജീവിച്ചു പോകും? ഇയാളിപ്പോഴും ജീവനോടെ ഇരിക്കുന്നല്ലോ, അതൊരു അത്ഭുതമാണ്. ഇതേ അത്ഭുതമാണ് മീഡിയ വണ്ണിന്. അതുകൊണ്ടാണ് മീഡിയ വൺ ഡോഗ് വിസിലിംഗ് തുടങ്ങിയത്. തട്ടട ആരെങ്കിലും അവനെ എന്നുള്ള മട്ടിൽ. കാരണം ചേകറ്റും കുറുമാവിൽ കൊന്നതാണ്. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ സംഗതിയൊന്നുമില്ല. അത് 1993 അപ്പോൾ അന്ന് സോഷ്യൽ മീഡിയ സംഗതിയൊന്നുമില്ല. പക്ഷേ അവർക്ക് ചെയ്യാനുള്ളത് അവർ ചെയ്തു. ഈ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടുമ്പോഴും സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല. അവിടെ ഇവിടെ തലപൊക്കി വരുന്നേ ഉള്ളൂ. അപ്പോൾ അവർക്ക് സോഷ്യൽ മീഡിയയോ അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ഇപ്പോൾ അതും കൂടെ ഒരു ടൂളായിട്ട് അവരുടെ മാറി. കൗണ്ടർ ടൂളും അതുപോലെ വന്നു. അപ്പോൾ എക്സ് മുസ്ലിംസ് കൂടുതലും സോഷ്യൽ മീഡിയയാണ് ഉപയോഗിക്കുന്നത്. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ആയുധങ്ങളാണ് അവരുടെ. മറ്റേ ട്രഡീഷണൽ ആയുധങ്ങൾ അവർക്ക് കിട്ടില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആരിഫ് ഹുസൈന് ജനം ചാനൽ ഒഴിച്ച് വേറെ ആരും വിളിക്കാറില്ല, തൊടിയിക്കില്ല. കാരണം വിളിച്ചാൽ ഈ വിളിച്ചവൻ്റെ തലയെടുക്കുമോ എന്നുള്ള പേടി ഒന്ന്. നമ്പർ 2, ആരിഫിൻ്റെ ലോജിക്കിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഈ ആങ്കർമാർക്കൊരു പ്രോ ഇസ്ലാം മൈൻഡാണ്. കേരളത്തിലെ എല്ലാ ആങ്കർമാർക്കും പ്രോ ജിഹാദി മൈൻഡുള്ളവരാണ്. അപ്പോൾ ആരിഫ് ഹുസൈൻ്റെ മറുപടികൾ ഇയാളുടെ നെഞ്ചത്തും തട്ടും. ആങ്കറുടെ അയാളുടെ ഇത് നരേറ്റീവ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് മാത്രമല്ല, വലിയ തിരിച്ചടിയും കൂടെ നേരിടും. ഇതൊക്കെ ഭയന്നിട്ട് മെയിൻ സ്ട്രീം മീഡിയ ഇവരെ കൂട്ടിത്തുടിക്കാറില്ല. ആരിഫ് ഹുസൈന് മാത്രമില്ല, ഇവരുടെ കൂട്ടത്തിൽ ജബ്ബാർ മാഷ്, ഇതുപോലുള്ളവരൊക്കെ. ഈവൻ ഈ എക്സ് മുസ്ലിമും ഒന്നും അല്ലാതെ നിരീശ്വരവാദം പറയുന്ന സി രവിചന്ദ്രൻ, അദ്ദേഹത്തെയും മെയിൻ സ്ട്രീം മീഡിയയിൽ കൂട്ടിത്തുടിക്കുക. ഇവരെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലാണ് ജീവിതം. അവരത് വലിയ കാര്യമാക്കാറുമില്ല കേട്ടോ. മെയിൻ സ്ട്രീം മീഡിയ അവരെ കൂട്ടിത്തുടിക്കുന്നില്ലെങ്കിൽ വേണ്ട, കാരണം അതിലും വലിയ റീച്ചാണ് അവർക്ക് സോഷ്യൽ മീഡിയ. അപ്പോൾ വളരെ സാധ്യതയുള്ള സ്വാഭാവികമായ ഒരു കാര്യമാണ് ആരിഫ് ഹുസൈൻ ശാരീരികമായി ആക്രമിക്കപ്പെടുക എന്നുള്ളത്. അത് ഇതുവരെ നടക്കാത്തതിൽ വാസ്തവത്തിൽ എനിക്ക് അത്ഭുതമുണ്ട്. നടക്കണമെന്ന് ആഗ്രഹിച്ച് പറയുകയല്ല, നടക്കാത്തതിൽ അത്ഭുതം. കാരണം ഇങ്ങനെ ഒരാളെ വെച്ച് വാഴിച്ച ചരിത്രം ഇസ്ലാമിന് ഇല്ല. അവരെന്തെങ്കിലും അപായപ്പെടുത്തുകയോ അപകടപ്പെടുത്തുകയോ അവസാനം ഇദ്ദേഹം നാടുവിട്ട് പോകേണ്ടി വരുമോ. ഇപ്പോൾ സാഹിൽ എന്ന് പറഞ്ഞിട്ടൊരു എക്സ് മുസ്ലിം ഉണ്ടായിരുന്നു. ആരിഫ് ഹുസൈനേക്കാൾ വലിയ റീച്ചുള്ള ഉത്തരേന്ത്യൻ, മഹാരാഷ്ട്രയാണെന്ന് തോന്നുന്നു സാഹിൽ വർഷങ്ങളോളം എക്സ് മുസ്ലിമായിട്ട് തുടർന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം സാഹിൽ മുസ്ലിം ഇതിലേക്ക് തിരിച്ചു വന്നു. അതിന് സാഹിൽ പറഞ്ഞ ന്യായം, എനിക്ക് ഈ സോഷ്യൽ ബോയ്ക്കോട്ട് താങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് മാത്രമല്ല, എൻ്റെ ഫാമിലിക്കാണ് കൂടുതലും ഇതിൻ്റെ എഫക്റ്റ് വരുന്നത്.
സോഷ്യൽ ബോയ്ക്കോട്ടും ഇവരുടെ കമ്മ്യൂണിറ്റി പ്രഷറും ഒക്കെ ആയിട്ട് എത്ര വർഷമായി ഞാനിത് താങ്ങുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞതിൽ ഞാൻ കൺവിൻസ്ഡ് ഒന്നുമല്ല. പക്ഷേ ഈ യുദ്ധം ഞാൻ അവസാനിപ്പിക്കുന്നു. എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് വയ്യ, മതിയായി, എത്രയാണെന്ന് വിചാരിച്ചാൽ അവർ യുദ്ധം നടത്തുന്നത് എന്ന് സാഹിൽ പരസ്യമായിട്ട് പറഞ്ഞിട്ട് ഈ എക്സ് മുസ്ലിം ഫൈറ്റ് അവസാനിപ്പിക്കും. ഞാൻ എക്സ് മുസ്ലിമായിട്ട് തുടരും പേഴ്സണൽ ജീവിതത്തിൽ, ബട്ട് ഞാൻ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നു. വളരെ സങ്കടകരമായിരുന്നു സാഹിലിൻ്റെ ആ പെർഫോമൻസ്. ഞാനത് കേട്ടു സോഷ്യൽ മീഡിയയിൽ. കാരണം ഒരു മനുഷ്യന് സഹിക്കാവുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ചിലരൊക്കെ തളർന്നു പോകും. എത്ര കാലമാണ് ഇവരുമായിട്ട് യുദ്ധം ചെയ്യുന്നത്? അപ്പോൾ ഫെറ്റീഗ് എന്ന് പറഞ്ഞൊരു സാധനം എല്ലാവർക്കും ഉണ്ടില്ല. ആരിഫ് ഹുസൈൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ അത് ഗവൺമെൻറ് ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. ഇവരെല്ലാവരും ഉണ്ടല്ലോ, അഭിപ്രായ സ്വാതന്ത്ര്യം മണ്ണാങ്കിട്ടാന്നൊക്കെ പറയും. ഇതൊക്കെ അവർക്ക് ഇഷ്ടമുള്ള അഭിപ്രായം പറയുന്നതിന് മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ, മറ്റവനില്ല. അതിനെതിരെ പറയുന്നതിന് സ്വാതന്ത്ര്യമൊന്നുമില്ല. ഈ ആരിഫ് ഹുസൈൻ്റെ പോസ്റ്റ് ഒന്നുകൂടെ ഉണ്ട്. ഞാൻ ജനിച്ചത് ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്നാണ്. എനിക്ക് ഈ മുസ്ലിങ്ങളോടുള്ള വിരോധം കൊണ്ടല്ല ഞാൻ എക്സ് മുസ്ലിം ആയത്. കാരണം അതിനകത്തുള്ള സ്ത്രീവിരുദ്ധതയും അടിമത്ത അനുകൂല അധ്യാപനങ്ങളുമാണ് എന്നെ ഇതിൽ നിന്ന് മാറ്റി നിർത്തിയത്. മുസ്ലിങ്ങളുടെ വെറുപ്പില്ല. അപ്പോൾ എൻ്റെ വിമർശനം എന്ന് പറയുന്നത് ഇസ്ലാമിനെയും ജിഹാദിസത്തെയും കുറിച്ചാണ്. അതിനെ ഇസ്ലാമോഫോബിയ, മുസ്ലിം വിരോധം എന്ന് റീഡയറക്റ്റ് ചെയ്യുന്നത് പഴയ ഇസ്ലാമിക അപ്പോളജറ്റിക് ജിഹാദി തന്ത്രമാണ്. ലോകമെമ്പാടും ഇസ്ലാമിക വിമർശനത്തെ നിശബ്ദമാക്കാൻ ഉപയോഗിക്കുന്ന അതേ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ഈ ഇസ്ലാമിനെ സ്നേഹിക്കുന്നവരൊക്കെ മനസ്സിലാക്കിയോ, ദാ ഇങ്ങനെ ഒരാൾ ഇവിടെ വരുന്നു. അപ്പോൾ ഇത് പറയുന്നത് ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന പേരെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇയാൾ അതിന് പറയുന്ന മറുപടി ഉണ്ട്. ഇത് പിന്നെ ഖുറാനിൽ നിന്നൊന്നും എടുത്തല്ല, അല്ലെങ്കിൽ എന്താ പറയുക, മുസ്ലിം എന്ന് പറയുന്ന മതത്തിൻ്റെ അല്ല, അറബി ഭാഷയിലുണ്ടായിരുന്ന പദമാണ്. അപ്പം ഇസ്ലാമിന് മുമ്പ് അറബിയിലുണ്ടായിരുന്നത് വെച്ചിട്ടാണല്ലോ ഞാൻ പേരിട്ടേക്കുന്നത്. അത് മാറ്റമെന്ന് പറഞ്ഞിട്ട് ഇയാളെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ ഒരുപാട് ഭീഷണികളുടെ നടുവിൽ കഴിയുന്ന ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് മുമ്പിൽ, ആഭ്യന്തരമന്ത്രിക്ക് മുന്നിൽ ഇതാ എൻ്റെ ജീവന് ഭീഷണി ഉണ്ടെന്ന് കേഴുന്നൊരവസ്ഥ, അതും കേരളത്തിലെ ഒരു ചാനലിലെ 2 ചർച്ചകൾ. ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ ശരിക്കും? ഇപ്പം മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ വലിയ റിയാക്ഷനൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയ സാഹചര്യമൊക്കെ പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന് ആരിഫ് ഹുസൈനോട് വലിയ താല്പര്യം തോന്നാൻ വഴിയില്ല. അദ്ദേഹത്തിന് ഒരു പക്ഷേ കൂടുതൽ താല്പര്യം തോന്നാൻ സാധ്യതയുള്ളത് MM അക്ബറിനോട് താല്പര്യം ഉണ്ടായേക്കാം. അദ്ദേഹത്തിൻ്റെ പണ്ടൊരു സ്നേഹ സംവാദം എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ടായിരുന്നു. അതാണ് നമ്മൾ കൂടുതൽ പണ്ട് കാലങ്ങളിലായി കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ അത് മാറി ഇപ്പോൾ വേറെ ആൾക്കാർ വന്നു. എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞ ആരിഫ് ഹുസൈൻ, ജാമിദ ടീച്ചർ, ജബ്ബാർ മാസ്റ്റർ, ഫസൽ കാരാട്ട് മുതലായവർ വന്നു. അപ്പോൾ അതോടുകൂടി MM അക്ബറിനെ ഇപ്പോൾ കാണാനും ഇല്ലയെന്ന് തോന്നുന്നു. ഒരുപക്ഷെ MM അക്ബറാണ് ആവശ്യപ്പെട്ടിരുന്നതെങ്കിൽ BD സതീശൻ വേഗം എന്തെങ്കിലും ആക്ഷൻ എടുത്തേനെ. പക്ഷേ ആരിഫ് ഹുസൈൻ്റെ കേസിൽ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. എന്തെങ്കിലും സാറ് പ്രതീക്ഷയെ വെക്കണ്ട. ഞാൻ അക്കാര്യത്തിൽ ഇപ്പം ഇവർ പറയുന്നത് വെച്ചാൽ ആദ്യം വിമർശകനെ അങ്ങ് ഒറ്റപ്പെടുത്തിയിട്ട് മറ്റാരെ കൊണ്ടെങ്കിലും ആക്രമിപ്പിച്ചാൽ ഞങ്ങളങ്ങനെ ആക്രമിച്ചിട്ടേ ഇല്ല, ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ലല്ലോ, ഞങ്ങൾ ഇതിനെക്കുറിച്ച് വേറൊരു കാര്യമല്ലേ പറഞ്ഞു എന്ന രീതിയിൽ കൈ എഴുതും. അപ്പോൾ ആരിഫ് ഹുസൈൻ ഇതുവരെ ഈ ഇപ്പം നേരത്തെ ചോദിച്ച പോലെ ഇതുവരെ അയാൾ എങ്ങനെ രക്ഷപ്പെട്ടു? ശരിയാണ്, ഇതുവരെ അങ്ങനെ ഒരു പരസ്യമായ ആഹ്വാനം ഉണ്ടായില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ചാനലിൽ നിന്ന് അത്തരം ഒരു പരസ്യം ആഹ്വാനം ഉണ്ടാവുകയും ആ ജമാഅത്തെ ഇസ്ലാമി നിലവിലെ UDF സർക്കാരിന് വളരെ പ്രിയപ്പെട്ടതാവുകയും ചെയ്താൽ എന്തൊക്കെയോ സംശയങ്ങൾ കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഭയമല്ലേ? ആരെങ്കിലും ഈ ജോസഫ് മനുഷ്യൻ്റെ കൈവെട്ടാൻ പറഞ്ഞിട്ട് ആരും പറഞ്ഞിട്ടില്ല. ബട്ട് വെട്ടിയില്ലേ? അതിനുള്ള സാഹചര്യം ബിൽഡപ്പ് ചെയ്ത്. പിന്നെ മാത്രമല്ല ഇപ്പോഴും ഈ പറഞ്ഞ മാന്മാരെല്ലാം തന്നെ ഈ മീഡിയ 1 ചാനലും മാധ്യമം പത്രവും ഒക്കെ ജോസഫ് മനുഷ്യനെ പറ്റി എഴുതുമ്പോൾ പ്രവാചക നിന്ദയെ തുടർന്ന് കൈവെട്ടി മാറ്റപ്പെട്ട ജോസഫ് എന്ന് പറഞ്ഞാണ് ഇൻട്രഡക്ഷൻ. പ്രവാചക നിന്ദ വെച്ചാണ് തുടങ്ങുന്നത് തന്നെ. ഒരിക്കലും വെറുതെ ജോസഫ് എന്ന് പറഞ്ഞ് എഴുതിയില്ല. അപ്പോൾ അവരുടെ ആ ഒരു ബയാസ് അതിനകത്ത് കാണാം. ആ കൈവെട്ട് ജസ്റ്റിഫൈഡ് ആയിരുന്നു എന്ന് ഓരോ സെൻറ്റൻസിലും അവർ ആവർത്തിക്കുന്നു. എന്നാൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുമില്ല. ഇതിനെയൊക്കെയാണ് ഈ ഡോഗ് വിസ്ലിംഗ് എന്ന് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇസ്ലാമിക തീവ്രവാദത്തെ വിമർശിക്കുന്നത് മുസ്ലിം സമൂഹത്തെ
കുറ്റവാളികളാക്കാനല്ല, ഹിന്ദു തീവ്രവാദത്തെ വിമർശിക്കുന്ന ഹിന്ദു സമൂഹത്തെ കുറ്റവാളികളാക്കാനല്ല. ഇത്ര ലളിതമായ വ്യത്യാസം മീഡിയന് മനസ്സിലാകാത്തതല്ല, മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്തതാണ്. അതായത് ഒരു ഇരട്ടത്താപ്പിൻ്റെ അലാം അത് മുഴങ്ങുന്നു. യെസ്, ഇരട്ടത്താപ്പ് കേരളത്തിൻ്റെ തന്നെ മുദ്രയാണ്, മീഡിയാവണിൻ്റെ മാത്രമല്ല. അല്ല, ഇത്തരത്തിലുള്ള എക്സ് മുസ്ലിം ആയി എന്നൊരൊറ്റ കാരണം പറഞ്ഞ് അങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് അത് ശരിയാണോ? അപ്പോൾ ഈ ഹിന്ദു സമുദായത്തിൽ തന്നെ ഈ യുക്തിവാദ നിലപാടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർ പല കാര്യങ്ങളും പറയുന്നു, അവർ അവരുടെ വഴിക്ക് പോകുന്നു, അവരെ ആരും ആക്രമിക്കാൻ പോകുന്നില്ല. ക്രൈസ്തവ സമൂഹത്തിന് ഇഷ്ടമില്ലാത്ത ഒരുപാട് പേര് ക്രിസ്തവ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇസ്ലാമിനെ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഭയപ്പെട്ട് നമ്മുടെ ഭരണകൂടത്തെ സമീപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ, അല്ല, അത് ഇസ്ലാമിൻ്റെ പെരുമാറ്റം അങ്ങനെയാണ്. ഈ നിരീശ്വരവാദികളെയോ അല്ലെങ്കിൽ ഹിന്ദു ദൈവങ്ങളെ അധിക്ഷേപിക്കുന്നവർ ഹിന്ദുക്കൾ ആക്രമിക്കുന്നില്ല. ഇത് ഹിന്ദുക്കളുടെ കാര്യം. ക്രിസ്ത്യാനികളും അത് ചെയ്യുന്നില്ല. ക്രിസ്ത്യാനി ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ചെയ്യും. എൻ്റെ ദൈവത്തെ പറഞ്ഞാൽ എൻ്റെ പ്രവചനത്തൊട്ടിൽ എൻ്റെ സ്വഭാവം മാറും. ഇതാണ് അത് സിനിജി ചെയ്യുന്നുണ്ടോ തോമസാർ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നില്ല. എൻ്റെ സ്വഭാവം മാറും. ഇതാണ്. അപ്പോൾ ഇതിനൊക്കെ അവർക്ക് ന്യായമുണ്ട്, എല്ലാത്തിനും അവർക്ക് അവരുടേതായ ന്യായമൊക്കെ ഉണ്ട്. കാഫിർ എന്നുള്ള ഒറ്റ കാരണം മതി നമ്മളെയൊക്കെ തട്ടിക്കളയാനായിട്ട്. ആരിഫ് ഹുസൈനെ അവരെന്താ മുനാഫിക്കോ അങ്ങനെ എന്തോ ഒരു പേര് സംതിങ്. ഏതായാലും സംസ്കൃതത്തിൽ വധ്യൻ എന്ന് പറയുന്നത് വധിക്കാൻ അർഹതപ്പെട്ടവൻ, വധിക്കപ്പെടാൻ അർഹതയുള്ളവൻ, അതാണ്. അപ്പോൾ ആ കൂട്ടത്തിലാണ് ആരിഫ് ഹുസൈൻ.